കുറച്ച് പൗഡർ ഇട്ടാല് കുറെ മേക്കപ്പ് ഇട്ടല്ലോ, ഫൗണ്ടേഷനും കൺസീലറും നമ്മൾ വ്യത്യാസം പോലും അറിയാത്ത ലിപ്സ്റ്റിക് കുറച്ച് റെഡ് ആയി കഴിഞ്ഞാൽ എന്തൊരു മേക്കപ്പാ എന്ന് പറഞ്ഞ ടീംസാണ് എന്റെ ചുറ്റുള്ള ആണുങ്ങൾ. ഈ പൊട്ടന്മാരെ കാണിക്കാനാണോ ഞാൻ 10,000 റുപ്യന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് മേക്കപ്പ്? ഈ പൊട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ 10,000 രൂപയുടെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നു. ആ സുഖത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ മേക്കപ്പ് ഇടുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഈ പൊട്ടന്മാർ എന്നൊന്നും ഇപ്പോൾ പ്രയോഗിക്കരുത്. ഓക്കെ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പണ്ടൊക്കെ നമ്മൾ നിർദോഷമായി ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വേദന തോന്നും. കൊണ്ട് നിങ്ങളീ ഉണ്ടാക്കിയിട്ടുള്ള അച്ചുണ്ടല്ല, ഈ ഏഷണി പിറകണി അസൂയ നോനി കുശുമ്പ് ഒരു പെണ്ണും ഒരു പെണ്ണിനും പൊക്കി പറയില്ല. അതിനിപ്പോ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ തന്നെ പറയുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങളെ ഒരാൾ പൊട്ട എന്ന് വിളിച്ച് എന്തായിരിക്കും പറയുക? ഓക്കെ, പോട്ടെ. ഇത് ഒരു തമാശ രൂപത്തിൽ ഒരാൾ പറഞ്ഞ വീഡിയോ ആണ്. ഇതിൽ തമാശയാണോ അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങളും കൂടെ പറയുക. ഞാൻ എൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും പറയാം. പൊട്ടൻ എന്നുള്ള വിളി മാത്രമല്ല, അതുപോലെ തന്നെ ജനറലായിട്ട് ഈ ആണുങ്ങളെല്ലാം പൊട്ടന്മാരാണ്, ഈ പൊട്ടന്മാരെ എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നുണ്ട്. സോ എന്തായിരുന്നാലും ഈ പൊട്ടന്മാരായിട്ടുള്ള ആണുങ്ങളും അതോടൊപ്പം തന്നെ ഈ പൊട്ടന്മാരായിട്ടുള്ള ആൺമക്കളുള്ളവരോ അല്ലെങ്കിൽ പൊട്ടന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ആണുങ്ങളെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കാണുക. കാരണം തമാശയാണിത്, നിങ്ങൾ തമാശയായിട്ടേ കാണാവൂ കേട്ടോ. ഞാൻ തമാശയായിട്ടാണ് ഇത് പറയുന്നത്, സീരിയസ്ലി ഒരു ഒഫൻഡഡ് ആയിട്ടുള്ള ലെവലിലൊന്നുമല്ല. ബട്ട് ഈ ഒരു സാധനം പോക്കത്ര ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയാം. കാരണം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില തമാശയാണെങ്കിലും അത് നമ്മുടെ ബിനു അടിമാരി എന്നുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്. അദ്ദേഹം നിരന്തരം ഈ കറുത്ത കരിങ്കുരങ്ങ് പോലിരിക്കുന്നവൻ, അതുപോലെ തന്നെ ഓരോരുത്തരെ ബോഡി ഷെയിം ചെയ്യുന്നത് പോലത്തെ പരിപാടികൾ. കഴിഞ്ഞ ദിവസമാണ് ഒരു ലേഡി കൃഷ്ണപ്രഭ അവർ മറ്റേ പണ്ടത്തെ വട്ട് ഇപ്പോഴത്തെ മറ്റേ മൂഡ് സിംഗ് മറ്റേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെ പലതരത്തിലെ ആൾക്കാർ നിരന്തരമായിട്ട് ഒരു എന്താണ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരിതൊന്നും അറിഞ്ഞോ അറിയാതെയോ തമാശയുടെ ഭാഗമായിട്ടോ അവരുടെ അല്പം മനസ്സിനകത്ത് വന്ന് തോന്നലുകൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നത് കുറേ അധികം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത് വേദനിപ്പിച്ചെന്ന് വരാം. സോ അതുകൊണ്ട് എന്താണ് അവർ പറയുന്നതെന്ന് ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം. വേറൊരാൾ ഇതിനകത്ത് പുള്ളിക്കാരത്തേക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, അതും പറയാം. പൊതുവെ ആണുങ്ങൾക്ക് പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, പെണ്ണുങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കും. ഈ പുള്ളിക്കാരത്തിയുടെ പേര് വർഷ എന്നാണ്. ഇവരെന്തോ ആങ്കർ എന്തോ ആണ്. ഞാൻ എന്തായാലും ഇവർ ആങ്കറിങ് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. എനിക്കൊരു പുതുമയുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇവരെ അറിയുമെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇവർ ഏതെങ്കിലും ഷോയിലകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക പ്ലീസ്. ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പൗഡർ ഇട്ടാല് കുറെ മേക്കപ്പ്. പൊതുവെ ആണുങ്ങൾക്ക് പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, പെണ്ണുങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പൗഡർ ഇട്ടാല് കുറെ മേക്കപ്പ് ഇട്ടല്ലോ, ഫൗണ്ടേഷനും കൺസീലറും നമ്മൾ വ്യത്യാസം പോലും അറിയാത്ത ലിപ്സ്റ്റിക് കുറച്ച് റെഡ് ആയി കഴിഞ്ഞാൽ എന്തൊരു മേക്കപ്പാ എന്ന് പറഞ്ഞ ടീംസാണ് എന്റെ ചുറ്റുള്ള ആണുങ്ങൾ. ഈ പൊട്ടന്മാരെ കാണിക്കാനാണോ ഞാൻ 10,000 റുപ്യന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് മേക്കപ്പ്? ഈ പൊട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ 10,000 രൂപയുടെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നു. അതായത് പുള്ളിക്കാരത്തി മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങുന്നത് പുരുഷ സമൂഹത്തിലുള്ള ആൾക്കാർ കാണണ്ട, അവന്മാർ പൊട്ടന്മാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ പൊട്ടന്മാരെ കാണിക്കാനാണോ? കൊളോക്കിയലായിട്ട് അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ പറയുന്നവരുണ്ടോ? ഈ എല്ലാവരെയും ജനറലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പരിഹാസ രൂപമാണ് എല്ലാവരും പൊട്ടന്മാരെന്ന് വിളിക്കുന്ന ശൈലിയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു തരാം, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എൻ്റെ അറിവില്ല. എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. എനിക്ക് എന്താ പ്രാന്താണോ ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ആക്ച്വലി മേക്കപ്പ് ഇടുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ കിട്ടുന്നൊരു ഉന്മാദത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10,500 ഫോട്ടോ വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കടകളിലും മറ്റു സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നുമ്പോൾ കിട്ടുന്നൊരു അർമാദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോണത്. ഇത് ഓരോ വ്യക്തികളിടുന്ന ഡ്രസ്സ്, മേക്കപ്പ്, മറ്റുള്ള എല്ലാ കാര്യവും വളരെ വ്യക്തിപരമാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരം. ഞാൻ പേഴ്സണലായിട്ടുള്ള കാര്യത്തിനകത്ത് ആ ബൗണ്ടറി ഞാൻ കടന്ന് സംസാരിക്കത്തില്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മേക്കപ്പ് ഇടുമ്പോൾ മാത്രമാണോ സ്ത്രീകൾക്ക് ഭംഗി വരിക? അതായത് മേക്കപ്പ് ഇട്ട സ്ത്രീയാണോ ഭംഗിയുള്ളവർ, അതോ മേക്കപ്പ് ഇടാത്തവർ ഭംഗിയില്ലാത്തവരാണോ? അത് എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ, എൻ്റെ വെറും ഒരു ചോദ്യമാണ്. സ്ത്രീകൾ തന്നെ കമന്റ് ചെയ്താൽ മതി. പിന്നെ പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ആണ് വന്നിട്ട് ഒരു പുരുഷൻ വന്നിട്ട് വർഷം നല്ല രസമുണ്ട് കാണാൻ, മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് കൊള്ളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ലൈക്ക് താങ്ക് യു ബ്രദർ, അടിപൊളി, സോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ മേക്കപ്പ് എന്ത് ഭംഗിയായിട്ടാണ് ബ്ലെൻഡ് ആയിട്ടുള്ളത്, ഏതാണ് ഹൈലൈറ്റർ, ആ ബ്ലഷ് ഏതാണ്, ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണ്, ഓ മസ്കാര എന്ത് ലിഫ്റ്റിംഗ് ഉള്ള മസ്കാരയാണ്, ഐബ്രോ വാക്സ് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ.
ആ സുഖത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ മേക്കപ്പ് ഇടുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ കാണുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണോ? എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം അറിയില്ലല്ലോ. കാരണം നിങ്ങൾ സൈക്കോളജിക്കലി നിങ്ങൾ ഈ ഒരു സാധനം ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇടുന്നത് എനിക്കറിയില്ല. എനിക്കൊന്നും ബഹുഭൂരിപക്ഷം ആണുങ്ങൾക്ക് അത് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഈ പൊട്ടന്മാരായിട്ടുള്ള ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ദയവായി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാനും പബ്ലിക്കിലേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് സ്ത്രീകൾ മേക്കപ്പ് ഇട്ടും ഇടാതെയൊക്കെ കാണും. നമ്മളത് കാണുമ്പോൾ നോക്കാറുണ്ട്, നോക്കാതിരിക്കാറുമുണ്ട്. ബട്ട് അവരെ നമ്മൾ നോക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു വളരെ ന്യൂനപക്ഷമായ ചില പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ കാണിക്കുന്നു, സത്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു മൈനോറിറ്റിയുടെ സംഭവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് മൊത്തം പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്നത് പോലത്തെ ഒരു പരിപാടി പറയുന്നത് അത്ര ശരിയാണോ? നിങ്ങളൊന്ന് പറയണേ, നിങ്ങൾ ദയവായി കമന്റ് ചെയ്യണം. പുരുഷന്മാരെ ചിൽ. എനിക്ക് നിങ്ങളെ ഭയങ്കര കാര്യമാണ്. എനിക്ക് പുരുഷന്മാരെ ഒരു ഹേറ്റും ഇല്ല. ഐ ജസ്റ്റ് ലവ് മെൻ, യു നോ. പൊട്ടന്മാർ, ഐ ലവ് മെൻ. പക്ഷെ സത്യം ഇതാണ്. ഐ എം സോ സോറി. അതായത് നമ്മൾ മേക്കപ്പ് ഇടുന്നത് നിങ്ങളെ കാണിക്കാനല്ല. സോ നെക്സ്റ്റ് ടൈം ഡോണ്ട് ടെൽ മീ ദാറ്റ്. പക്ഷെ എനിക്ക് നിന്നെ മേക്കപ്പ് ഇല്ലാണ്ട് കാണാനാണ് ഇഷ്ടം. നീ ഇഷ്ടാരടാ പൊട്ടാ ചോദിച്ചത്. വീണ്ടും പൊട്ട. അപ്പൊ പുള്ളിക്കാരത്തി ഇത് പറഞ്ഞേക്കുന്നതിന്റെ തുടക്കത്തിൽ വെച്ചേക്കുന്നത് മേക്കപ്പ് കുറച്ചുപയോഗിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ കൂടുതൽ ആകർഷകമായി കാണുന്നുണ്ടെന്ന് പഠനം പറയുന്നു. ഏതൊരു പഠനമാണ്. അതിനകത്ത് മേക്കപ്പ് കുറച്ചുപയോഗിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ കൂടുതൽ ആകർഷകമായി കാണുന്നുവെന്ന് പഠനം പറയുന്നു എന്നുള്ളതാണ്. ഏതൊരു പഠനമാണ്. അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റിലാണ് ഇവിടെ പുള്ളിക്കാരത്തി ഇവിടെ പൊട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലെന്നും സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നും പുള്ളിക്കാർ സർക്കാസ്റ്റിക്കലി ചെയ്തത് തന്നെയാണ്. ഒരിക്കലും ഇവരാരെങ്കിലും മനഃപൂർവ്വമായിട്ട് ഈ പൊട്ടന്മാരെന്ന് വിളിച്ച് അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല. ബട്ട് എങ്കിലും താങ്കളെപ്പോലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ നിൽക്കുന്ന ഈ പബ്ലിക് ഡൊമൈനിലേക്ക് ഒരു കാര്യം ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം പൊട്ടന്മാരെന്നൊക്കെ പറയുന്നത് അത് അറിഞ്ഞുകൂടായെങ്കിൽ മാത്രം ഞാനൊരു കാര്യം പറയാം. പണ്ട് എൻ്റെ പോറ്റി, അതായത് എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കട എന്ന് വെച്ചാൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. വെള്ളയുടെ ജംഗ്ഷനിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, കുമാർ ഹോട്ടൽ എന്ന് വളരെ ഫേമസ് ആയ ഹോട്ടൽ. അവിടെ ഞങ്ങളുടെ അവിടുത്തെ പുറംപണിക്കൊക്കെ നിൽക്കുന്ന ഒരു അദ്ദേഹത്തിനെ അവിടെ എല്ലായിടത്തും വെള്ളടയിൽ മൊത്തം അറിയാം. പൊട്ടൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ എന്താണ് സംസാരിക്കത്തില്ല, ഊമയാണ്, അതോടൊപ്പം തന്നെ ചെവി കേൾക്കത്തില്ല. അപ്പോൾ പൊട്ട അത് ചെയ്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പുള്ളിയോട് പൊട്ടൻ എന്നുള്ള വിളി തന്നെയാണ്. പുള്ളി ഇന്ന് ജീവനോട് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ആ പൊട്ടൻ എന്നുള്ള വിളി ആ ഒരു മനുഷ്യൻ പുള്ളിക്കൊന്നും തോന്നത്തില്ലായിരിക്കും. പുള്ളിക്കൊരു പേര് പോലെയാണ് പൊട്ടൻ. പുള്ളി എന്നിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥയാണ് ഈ പൊട്ടൻ എന്നുള്ള വിളിയിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരാണെങ്കിലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഒരു സമൂഹത്തിനെ അപമാനിക്കുന്നത് പോലെ പൊളിറ്റിക്കലി വളരെ ഇൻകറക്റ്റ് ആയിട്ടൊരു സാധനമാണ്. ചില സ്ഥലങ്ങളിൽ ആൾക്കാർ നിരന്തരം പറയുന്നത് കേൾക്കാം. ഇപ്പം തലമുടിയെ തമിഴ്നാട്ടിലെ വേറൊരു തരത്തിലേക്കാണ് അറിയാമല്ലോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, അത് തെറിയായിട്ടാണ്. വേണമെങ്കിൽ നമുക്കതിന് വളരെ സിമ്പിളി ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ അതൊരു തെറിയാണെന്ന് നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. സോ ഈ ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരാൾ ഈ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരാളുടെ ഒരു റിയാക്ഷൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കാണിച്ചു തരാം. പൊട്ടന്മാർ എന്നൊന്നും ഇപ്പോൾ പ്രയോഗിക്കരുത്. ഓക്കെ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പണ്ടൊക്കെ നമ്മൾ നിർദോഷമായി ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വേദന തോന്നും. വർഷ ഒരിക്കലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം കമന്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള വാക്ക് പറയരുത്, അത് ഒരു കൂട്ടം ആൾക്കാരെ വേദനിപ്പിച്ചേക്കാം, അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനും ഒരിക്കലും പുള്ളിക്കാരത്തെ അപമാനിക്കാനോ വിഷമിപ്പിക്കണമെന്ന് ഒറ്റ ഉദ്ദേശം എനിക്കുമില്ല. ഇനി ഈ പുള്ളിക്കാരിയെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ്. പെണ്ണുങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊട്ടന്മാരെ കാണിക്കാനാണോ ഞാൻ 10,000 റുപ്യന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് മേക്കപ്പ് ഇടുന്നത് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ല, ഒരിക്കലും അല്ല. ആ സ്ഥാനത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ് നിങ്ങളുടെ മേക്കപ്പ് എന്ത് ഭംഗിയായിട്ടാണ് ബ്ലെൻഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഓക്കെ, ഇനി പറയുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കുക. അത് നിങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ പറയാം. എന്നിട്ട് എത്ര ആൾക്കാർ ഞങ്ങളോട് വന്നിട്ട് എടി നിന്റെ മേക്കപ്പ് ഭയങ്കര ബ്ലെൻഡി ആയിട്ടുണ്ടല്ലോ എന്ന് ഒരെണ്ണം വന്നിട്ട് പറയില്ല. മുഖത്ത് നോക്കിയിട്ട് മാറി നിന്നിട്ടാണ്ട് പറയും എടി നോക്കടി മറ്റുള്ള മേക്കപ്പ് സാരിയൊക്കെ നല്ല ഭംഗിണ്ടല്ലേ. പക്ഷെ അവളോട് പറയില്ല. അങ്ങോട്ട് മാറി നിന്നിട്ട് ഇവർ രണ്ടാളും കൂടി പറയും നിങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളീ ഉണ്ടാക്കിയിട്ടുള്ള അച്ചുണ്ടല്ല ഈ ഏഷണി പിറകണി അസൂയ നോനി കുശുമ്പ് ഒരു പെണ്ണും ഒരു പെണ്ണിനും പൊക്കി പറയില്ല. അതിനിപ്പോ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ തന്നെ പറയുള്ളൂ. അതിനിപ്പോ കാര്യം കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ സാരി നന്നായിട്ടുണ്ട്, നെയിൽ പോളിഷ് നന്നായിട്ടുണ്ട്, ഏതാ ഐലൈനർ ഏതാ, അല്ലെങ്കിൽ നമുക്കൊന്നും അറിയൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ നാലെണ്ണം തട്ടിവിടും. നമ്മളെ കാരണം കൊണ്ട് ഓൾക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. അതുപോലും ഇങ്ങള് വർഗം ചെയ്യില്ല. എത്ര നന്നെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ പൊക്കി പറയില്ല. ഉള്ളിലുണ്ടാവും
ഇവള് വാങ്ങിയ സാധനം നമുക്ക് വാങ്ങണം കേട്ടോ, നല്ല സാധനമാണ്. പക്ഷെ ഇവളോട് പറയൂല, ചോദിക്കൂല, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് മേടിക്കും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാ, നിങ്ങളോട് ഇപ്പൊ ഇതൊക്കെ ആരാ പറഞ്ഞു? നിങ്ങൾ ഈ മേക്കപ്പ് ഇട്ട് വന്നിട്ട് നിങ്ങളെ നോക്കാൻ നടക്കുക ഞങ്ങളെ ആണുങ്ങളെന്ന്. ഈ ഞങ്ങളാണെങ്കിൽ ഈ കുളിച്ചൊരുങ്ങി അതേ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ചങ്കുറ്റുള്ള ആൾക്കാരാ. നിങ്ങളെ പോലെ ഇറങ്ങുമോ? കണ്ണെഴുതാതെ പുരുകം മേക്കപ്പ് ഇല്ലാണ്ട് ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ചാന്ത് തേക്കാണ്ട് എത്ര ഇറങ്ങി വരും? 1000 കോഴിക്ക് അരക്കാട. അതാണ് നാട്ടു നടപ്പ്. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. എനിക്ക് ലേഡീസ്, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, ബിക്കോസ് എല്ലാവരുടെയും എനിക്ക് ഇഷ്ടം മധുരമുള്ളോ. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ പൊക്കി പറയല് നിർബന്ധം കേട്ടോ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ മറുപടി കൊടുത്തു. പുള്ളിക്കാരത്തി ജനറലായിട്ട് മൊത്തം പുരുഷന്മാരെ പറഞ്ഞെങ്കിൽ ഇവിടെ ഇദ്ദേഹവും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ സ്ത്രീകളെയും പറയുന്നുണ്ട്. അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ സ്ത്രീകളും മറ്റേ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ ധൈര്യമുള്ളവരാണോ, അവർ മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെയൊക്കെ നാട്ടിൽ എനിക്ക് നേരിട്ടറിയുന്ന ഒരുപാടാണ് മേക്കപ്പ് തന്നെ ഉപയോഗിക്കാത്ത, മേക്കപ്പിനോട് താല്പര്യമേ ഇല്ല. എനിക്കറിയുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്, അവർ മേക്കപ്പ് യൂസ് ചെയ്യാറേ ഇല്ല, പല ആൾക്കാരുണ്ട്. അപ്പം മേക്കപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും മേക്കപ്പ് ഉപയോഗിക്കുന്നവർ വളരെ മോശക്കാരെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം മേക്കപ്പ് ഉപയോഗിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്, നല്ല ഡ്രസ്സ് ഉപയോഗിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്, നല്ല വസ്ത്രം, നല്ല മേക്കപ്പ്, മറ്റുള്ള സംഭവങ്ങളൊക്കെ അവരവരുടെ കോൺഫിഡൻസിനെ കൂട്ടാൻ നല്ലതാണെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കതൊരു മുതൽക്കൂട്ടാകുമെങ്കിൽ പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നിറത്തിനെ കുറിച്ചോ കളിയാക്കലൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഓക്കെ, മറ്റുള്ളവരുടെ ഇടയിൽ ഞാനും പോകുമ്പോഴേക്കും ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യും. കാരണം ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, ചിലർക്ക് ഭയങ്കരമായിട്ട് ഈ മേക്കപ്പ് ഇട്ട് നടക്കാറുണ്ട്. അപ്പോൾ തോന്നി എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഇവരുടെ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. കാരണം ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു സൗന്ദര്യം ഇല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നുള്ള തോന്നൽ കൊണ്ടാവാം എന്നുള്ള തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഇഷ്ടമായിട്ടാണ് ഞാൻ വിടുന്നത്. പക്ഷേ ഇവിടെ ഈ പുള്ളിക്കാരത്തി വർഷ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി പറഞ്ഞ ഈ പൊട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ ഞാൻ പറയുന്നു, അത് കേൾക്കുന്ന സമയത്ത് ഒരു കൂട്ടം പുരുഷന്മാർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് അതത്ര നിങ്ങൾ പറയുന്നതിന് അത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ തരത്തിൽ ഡൈലൂട്ട് ആവണമെന്നില്ല. കേട്ടവർ അഭിപ്രായം പറയട്ടെ. അല്ലാതെ ഇപ്പൊ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു കൂട്ടം ഈ പൊട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഈ പൊട്ടികളെ ഒന്നും കാണിക്കാനൊന്നുമല്ല, ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചു നടക്കണം എന്നൊക്കെ, ഞങ്ങൾ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴും ശരിക്കും നിങ്ങൾക്ക് അത് കേൾക്കുന്ന സമയത്ത് സർക്കാസ്റ്റിക്കലി ആണെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ അത് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പൊളിറ്റിക്കലി നല്ലൊരു വേടൊന്നുമല്ല ഈ പൊട്ടൻ പറച്ചിലും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ സൗന്ദര്യത്തിന് ഞങ്ങളെന്നല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം, സൗന്ദര്യത്തിന് അളക്കുന്നത് ഒരാളുടെ മുഖത്തിട്ടിരിക്കുന്ന പുട്ടിയുടെ അളവിലോ അല്ലെങ്കിൽ അവരുടെ ഈ നാച്ചുറൽ അല്ലാത്ത ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഇരിക്കുന്ന എൻ്റെ മോന്തയ്ക്കകത്തൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ പച്ചയായിട്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ കാണുന്ന ആൾക്കാരാണ് എൻ്റെ സമൂഹത്തിൽ കാണുന്നത്. അതല്ലാതെ ഇത് ഇഷ്ടം പോലെ അവർ ക്രീമോ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരോട് എനിക്കൊരു വെറുപ്പുമില്ല, ബഹുമാനം മാത്രം. പക്ഷേ ഈ എൻ്റെ കണ്ണിലൂടെ കാണുന്നത് എല്ലാം സൗന്ദര്യത്തിൻ്റെ ഒരു നാച്ചുറലായിട്ട് കാണാനാണ് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ആരോടും വെറുപ്പോ ദേഷ്യമൊന്നും എനിക്കില്ല. ബട്ട് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് സർക്കാസ്റ്റിക്കലി സംസാരിച്ച് പോയ കാര്യമാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ഈ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവരെ മോശപ്പെടുത്തിക്കൊണ്ട് ദയവായി കമൻറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം അങ്ങനെ പറയുന്നത് ശരിയാണോ അതോ അവർ പറഞ്ഞത് തെറ്റില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.